അമ്മേ അച്ഛാ ഞങ്ങളെത്തി. എന്റെ മക്കളെ, നിങ്ങൾ വരില്ലെന്ന് കരുതി ചങ്ക് പടഞ്ഞിരിക്കുകയായിരുന്നു അമ്മ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വിളിച്ചാ നമ്മുടെ മക്കൾ വരാതിരിക്കില്ല. നിങ്ങൾ വരില്ലെന്ന് ഉറപ്പിച്ച് ഭഗവാനോട് വരെ പിണങ്ങിയിരിക്കായിരുന്നു ഇവള്. ഇത്ര പെട്ടെന്ന് മാറ്റി പറയാൻ കഴിയുമെന്ന് ഭഗവാൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഒന്ന് പോയേ, സങ്കടം കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു വെച്ച് അതെല്ലാം നിങ്ങൾ എടുത്താലും ഭഗവാൻ എടുക്കില്ല എന്ന് ഉറപ്പാ. നോക്കണേ, ഇപ്പൊ ഞാനായി കുറ്റക്കാരൻ. അല്ല പ്രസാദ് ഇവിടെ? അഞ്ജലി മോളും വന്നില്ലല്ലോ ഇക്കൂട്ടത്തില്? അവര് വരും, ഇത്തിരി തിരക്കാ, അത് കഴിയുമ്പോ അവരെത്തും. ആ നീ എന്താടാ മോനെ മാറി നിൽക്കുന്നേ? വാ ഇങ്ങ അടുത്ത് വാ. ആദ്യമായിട്ട് വരുമല്ലേ ഈ വീട്ടില്, അതിന്റെ നാണോ? ഇത്തിരി കഴിഞ്ഞാ മാറിക്കോളൂ. അതെ അതെ, പിന്നെ അച്ഛന്റെ അമ്മയുടെയും തോളിന്ന് ഇറങ്ങില്ല, അത് തീർച്ചയാ. അവൻ മാത്രമല്ലല്ലോ, നിങ്ങളും ആദ്യമായിട്ടല്ലേ വരുന്നേ. ഒരു നിമിഷം, അമ്മ ഇപ്പൊ വരാം. ദേ അങ്ങോട്ട് പടിക്കെട്ടിലേക്ക് വന്ന് നിൽക്ക് നിങ്ങള്. കുഞ്ഞിച്ചി, ഇവിടെ എവിടെയോ അല്ലേ തൃപ്പങ്ങോട്ട് തറവാട്? നമ്മളെ ആരെങ്കിലും കാണുകയോ തിരിച്ചറിയോ ചെയ്താലോ? അതൊന്നും ഉണ്ടാവില്ലെന്നേ. വർഷം എത്രയും നമ്മൾ ഇവിടുന്ന് പോയിട്ട്. ആ കഥകൾ പോലും ആൾക്കാർ മറന്നു കാണും. അല്ല, ഇത് എന്തിനുള്ള പുറപ്പാടാ ശ്രീമതി? ആദ്യമായിട്ട് വരികയല്ലേ കുട്ടികള്, ദോഷമൊക്കെ മാറി ഐശ്വര്യമായിട്ട് വരട്ടെ എന്ന് കരുതി. അത് നന്നായി. വീട്ടില് വലത് കാലി വെച്ച് കയറുന്ന പെൺകുട്ടികളെ ആരതി ഒഴിഞ്ഞ് തന്നെയാ സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ കത്തിച്ച നിലവിളക്ക് തന്നെയായിരുന്നു ഉത്തമം. അതൊക്കെ കല്യാണത്തിന് ശേഷം പെൺകുട്ടികൾ ഗൃഹപ്രവേശം നടത്തുമ്പോ ചെയ്യേണ്ട ചടങ്ങല്ലേ പുഷ്പ? ഇവരിപ്പോ അതിഥികളല്ലേ? അങ്ങനെ വെറും അതിഥികളല്ലല്ലോ. പുഷ്പൻ ചേട്ടാ, പ്രസാദേട്ടൻ വരാതെ ഒരു അക്ഷരം മിണ്ടില്ല നമ്മുടെ തീരുമാനം. അല്ല, എന്താ ഒരു കുശുകുശുപ്പ്? ഏയ്, ഇവരൊക്കെ കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് എന്ന് പറയുകയായിരുന്നു മുരളി. ഞാനും അതാ ഉദ്ദേശിച്ചത്. ഇവരൊന്നും വെറും അതിഥികളല്ല, കുടുംബാംഗങ്ങളെ പോലുള്ള അതിഥികൾ എന്ന് വേണം പറയാൻ. ഞാൻ പറയട്ടെ, നിങ്ങൾ കല്യാണം കഴിച്ച കാര്യം? അയ്യോ, ചതിക്കല്ല പൊന്നെ, നമ്മൾ ഇപ്പൊ തന്നെ തിരിച്ചു പോകേണ്ടി വരും. എന്നോ പറയണ്ട. ആ രണ്ടാളും അടുത്തേക്ക് നിക്ക്. നീയും ചെന്ന് മുരളി അനുഗ്രഹം മേടിക്കേ. ഇതെന്താ നിങ്ങൾ കയറി നിന്നത്? അല്ല, ഞങ്ങൾക്ക് വേണം അമ്മയുടെ ആരതി. അല്ലേ അനുഗ്രഹേ? അല്ല, അമ്മയുടെ അനുഗ്രഹം അല്ലേ ആരതി? എല്ലാരെയും ഒഴിഞ്ഞു വിട്ടേക്കണേ കുണിയമ്മേ, ഇനി അതിന്റെ ഒരു കുറവ് വേണ്ടല്ലോ. അതെ അതെ, ഇതെല്ലാം ഒരു സങ്കല്പമല്ലേ, നടക്കട്ടെ കാര്യങ്ങള്. എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ. അതോട് കയറിയാട്ടെ. എല്ലാരും വലത് കാല് വെച്ച് തന്നെ കേറിയാട്ടെ.
മുരളി. അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു. ഇനി അടുത്ത ചടങ്ങ് ഒരു കൂട്ട കലാശമാണ് ഇവിടെ. എന്തായാലും ഒരു അടിപൊളി ഉറപ്പാ. ഒന്നും ഇപ്പം വേണ്ട പുഷ്പൻ ചേട്ടാ. പറഞ്ഞില്ലേ, പ്രസാദേട്ടനും കൂടെ വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചാലേ നമുക്കൊരു സ്ട്രോങ് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടൂ. നോക്കട്ടെ. ആ എനിക്ക് പണ്ടേ ഒരു സ്വഭാവ ദൂഷ്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സത്യം വിളിച്ചു പറയും. ഇവിടെ എങ്ങനെ സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. നോക്കാം. ഇയാളെല്ലാം കുളമാക്കൂ. ആ തമ്പുരാനറിയാം. ദൈവങ്ങളെ കൈവിടല്ലേ. ഭവാനിയമ്മേ, ഭവാനിയമ്മേ, എഴുന്നേറ്റ് വന്നാട്ടെ. ഏതാ? അത് കൊള്ളാം. അപ്പൊ ഓർമ്മയും പോയോ? ദേ ഇങ്ങോട്ട് എഴുന്നേറ്റാട്ടെ, ഞാൻ പിടിക്കാം. എന്താ ഇനി മനസ്സിലാവും ഞാൻ ആരാണെന്ന്? എന്റെ ലളിതേ, നീയായിരുന്നോ? എനിക്ക് ആദ്യം മനസ്സിലായില്ല. കണ്ണിലാകെ ഇരുട്ടും വെളിച്ചവും മാറി മാറി വന്നോണ്ടിരിക്കുമായിരുന്നു. അതാ ഷോക്ക് കിട്ടിയതിൻ്റെ ആയിരിക്കും. എന്തായാലും എഴുന്നേറ്റ് താഴേക്ക് വാ, അവിടെ അന്വേഷിക്കുക. പൂജയ്ക്കും വഴിപാടിനൊന്നും ഞാനില്ലാന്ന് പറഞ്ഞില്ലേ? എന്റെ തല കളയണമെന്ന് ആ സുഭദ്രയ്ക്കിപ്പോ. അതിനവിടെ പൂജ കഴിഞ്ഞല്ലോ. കഴിഞ്ഞോ? അപ്പോ ആ ദമ്പതിമാര് വന്നായിരുന്നോ? വന്നല്ലോ. അവനും താഴെയുണ്ടോ ഇപ്പോ? ഇല്ല, പൂജ കഴിഞ്ഞതോടെ രണ്ടുപേരും ഇറങ്ങിപ്പോയി. എന്തോ അത്യാവശ്യമുണ്ടത്രേ. ആ തിരുമേനി പരിക്രമയും കൂടെ നിൽക്കുക. ഭവാനി അമ്മയോട് എന്തോ കാര്യമായി പറയാനുണ്ടെന്ന്. അതാ താഴോട്ട് വരാൻ പറഞ്ഞത്. ശരി ശരി, നീ എന്നെ പിടിച്ചേ. ഒരു ദിവസം കൊണ്ട് 10 വയസ്സ് കൂടിയതുപോലെയാണല്ലോ അവശത. നിനക്ക് ഷോക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അറിയാം അതിന്റെ കുഴപ്പം എന്താന്ന്. വിടയോ? എങ്ങനെയുണ്ട് ഭവാനിയമ്മ ഇപ്പോ? അവശതയായിപ്പോയി. ഒരു തളർച്ച കയറി വന്നു. സന്ധിബന്ധങ്ങളിലും നാഡീപേശികളിലും ഒന്നാകെ ചുറ്റിമുറുക്കിയ പോലെ. വീണു പോയെടുത്തുനിന്ന് കഷ്ടി എഴുന്നേറ്റ് നിൽക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പൂജ മുടക്കാൻ സർവ്വ ആയുധങ്ങളും എടുത്ത് പയറ്റിയിരിക്കുകയാണ് ദുർദേവതമാർ. എന്തൊക്കെയായാലും വിഘ്നങ്ങളൊന്നുമില്ലാതെ കർമ്മം പൂർത്തിയാക്കിയല്ലോ. അത് തന്നെ പരമേശ്വരന്റെ മഹാകൃപ എന്ന് പറയാം. അപ്പോ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഭവാനിയമ്മ? എന്ത് കാര്യം? നിങ്ങളൊന്നും പറഞ്ഞില്ലേ ഭവാനിയമ്മയോട്? ഭവാനിയമ്മ ബോധമില്ലാതെ കിടപ്പ് തന്നെയായിരുന്നു. ഞാൻ ചെന്ന് വിളിച്ചിട്ട് പോലും ആദ്യം തിരിച്ചറിഞ്ഞില്ല. എന്താ കാര്യമെന്ന് പറയൂ തിരുമേനി. അഹിതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഉവ്വ്, പൂജാമധ്യേ കളത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു മേഘനാഥൻ. എന്റെ ദൈവമേ, അപ്പൊ ദമ്പതിമാര് വന്നു പൂജ കഴിഞ്ഞു നീ പറഞ്ഞതോ ലളിതേ? കള്ളായിരുന്നു അത്? അത് സത്യം തന്നെയാണ്, അർത്ഥസത്യം എന്ന് പറയാം. പാതിയിൽ മേഘനാഥൻ പോയിരുന്നു എന്നുകൂടി ചേർത്താലേ ആ കഥ പൂർണ്ണമാകൂ. അല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ തിരുമേനി? അതെന്ത് വിഡ്ഢി ചോദ്യമാ ഭവാനിയമ്മേ. വലിയ ആപത്തല്ലേ മേഘനാഥൻ വില കൊടുത്തു വാങ്ങിയത്. ഈശ്വരനേക്കാൾ പ്രാധാന്യം വേറെന്തിനോ കൊടുത്ത് അയാൾ പുറത്തേക്ക് പോയി. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? സമസ്താപരാധങ്ങളും ഏറ്റുപറഞ്ഞ് അയാൾക്കു വേണ്ടി മാപ്പപേക്ഷിച്ചു ഞാൻ മഹാദേവനോട്. ഏതായാലും നല്ല ഐശ്വര്യമുള്ള ദമ്പതികളാണ് പൂജയ്ക്ക് വന്നത്. അവരുടെ പ്രാർത്ഥനയുടെ ഫലം കൂടി ചേർന്നതുകൊണ്ട് ഈശ്വര കടാക്ഷം ലഭിച്ചെങ്കിലായി എന്ന് പറയാം. അയ്യോ, എന്നെ ഭയപ്പെടുത്തല്ലേ തിരുമേനി. വസ്തുതകൾ അതായി തന്നെ പറഞ്ഞേ ഉള്ളൂ. കഷ്ടകാലം കൊടികുത്തി വാഴുന്ന നേരത്ത് ഈശ്വരഭജന കൊണ്ട് ശനിദശയ്ക്കൊരൽപ്പം അയവ് വരുത്തേണ്ടതിനു പകരം നിങ്ങളുടെ മകൻ എന്തായി കാണിച്ചിരിക്കുന്നതെന്നറിയൂ?
പുരികത്തിൽ കൊണ്ട് മാറേണ്ടുന്ന ആപത്തിനെ കണ്ണിലേക്ക് വലിച്ചടിപ്പിച്ചിരിക്കുന്നു. വരാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് വലിയ ആശങ്കയാണിപ്പോ. അല്ല, ഇതിനൊരു പരിഹാരമില്ലേ ജ്യോത്സ്യരെ? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റിന് പരിഹാരമൊന്നുമില്ല. കർമ്മഫലം അനുഭവിക്കുക, അത്ര തന്നെ. തിരുമേനി, കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങൾ ഇറങ്ങുക. നീ ആ ഫോണിങ്ങെടുത്തേ. ഇതാ മണിച്ചനാണല്ലോ വിളിക്കുന്നത്. അയാൾ ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ല. മേഘനാഥൻ സാറിനോടൊപ്പം അയാളും പോയി. ഹലോ, ഭവാനിയമ്മേ, ഞാനാ മണിച്ചേ. എന്തു പറ്റി മണിച്ച? മേഘനാഥൻ എവിടെ? ഞാനത് എങ്ങനെ പറയും ഭവാനിയമ്മേ? നമ്മളത് എങ്ങനെ താങ്ങും? നമ്മളെ മേഘൻ സാർ. നമ്മുടെ മേഘൻ സാറോ? നീ ഇതെന്താ മണിച്ച, കരയാണോ? മേഘനാഥൻ എന്തു പറ്റി? എത്ര തവണ ഞാൻ പറഞ്ഞാണെന്നറിയാമോ പൂജ മുടക്കരുതെന്ന്? പക്ഷെ കേട്ടില്ല. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാ കഴിഞ്ഞില്ലേ? എന്താ നീ പുലമ്പുന്നത്? മേഘൻ എന്തു പറ്റിയെന്നാ? ആക്സിഡന്റ് പറ്റിയതാ. തലയ്ക്കും കൈക്കും കാലിനും എല്ലാം പരിക്ക് പറ്റിയിട്ടുണ്ട്. കണ്ണു തുറക്കാതെ മിണ്ടാതെ ശവം പോലെ കളഞ്ഞ. ഓ, അങ്ങനെ വലിയൊരു മാമാങ്കം കഴിഞ്ഞു അല്ലേ? ശരിക്കും മടുത്തു ഇരുന്നിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോകാന്നുള്ളായിരുന്നു നാട്ടിലേക്ക്. അയ്യോ, ഇന്നിനി ഞാൻ ഒന്നിനുമില്ല. അത്രയ്ക്ക് വയ്യാതായി എനിക്ക്. അല്ലടോ, വെറുതെ വർത്താനം പറഞ്ഞ് വണ്ടി ഓടിച്ചു പോയാ നാളത്തെ ദിവസം ലാഭിക്കാം നമുക്ക്. അപ്പം അടുത്തു എന്ന് പറഞ്ഞതോ? അത് വെറുതെ ആണല്ലേ? ഹേയ്, അങ്ങനെയല്ല. കൂടെയുള്ള ആളൊന്ന് ഉത്സാഹിച്ചാൽ എത്ര മടുപ്പാണെങ്കിലും നമുക്കൊരു ഊർജം കിട്ടില്ലേ? ഒരു പോസിറ്റീവ് എനർജി. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. ആ, അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നതേ നമുക്ക് ആ പൂജയ്ക്ക് പോണ്ടായിരുന്നു. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അവിടെ ചെന്നപ്പോ മുതല് ഒരു വല്ലാത്തൊരു നെഗറ്റീവ് എനർജി പോലെ. പക്ഷെ എനിക്ക് തോന്നിയില്ലല്ലോ. ആ, എനിക്ക് തോന്നി. ആ വീട് തന്നെ നമുക്കെതിരെ എന്തോ ഒരു ഗൂഢാലോചന നടത്തുന്നത് പോലെ ഉണ്ടായിരുന്നു. വീട് ഗൂഢാലോചന നടത്തുകയോ? ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ അങ്ങനെ ഒരു ഡയലോഗ്. തമാശ അല്ല, സത്യം. അതിനുള്ളിലിരുന്ന് ആരോ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു എനിക്ക്. ആണോ? പക്ഷേ എനിക്ക് ആകെ ഒരു കുറ്റം തോന്നിയത് നാഥൻ സാറിന്റെ ആബ്സൻസ് മാത്രമാണ്. അവര് ക്ഷണിച്ച ഒരു ആവശ്യത്തിന് നമ്മൾ ചെന്നിട്ട് അവിടെ ജോലിക്കാരി മാത്രം നിന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു, സംസാരിക്കുന്നു. വേണ്ടപ്പെട്ട ആരും കാത്തിരിക്കാതെ അവഗണിച്ചൊരു ഫീൽ. ചിലപ്പോ അതായിരിക്കും തനിക്കും തോന്നിയൊരു നെഗറ്റീവ് എനർജി. ആണോ എന്തോ, എനിക്ക് തീർച്ചയില്ലതാണോ എന്ന്. എന്താ എന്തുപറ്റി? അതൊരു പല്ലിയല്ലേ? പല്ലിയാ? ചെറുപ്പം തൊട്ടേ എനിക്ക് പല്ലിയെ പേടിയാ. അതെ, ഒരു മിനിറ്റ്. താൻ അനങ്ങരുത്. എന്താ? താൻ അനങ്ങരുതെന്ന്. സോറി, കാല് സ്ലിപ്പായി പോയി. സത്യമായി സ്ലിപ്പായി പോയതാ. എനിക്ക് തോന്നുന്നില്ല. അയ്യോ, ദേ ഒന്നും വിചാരിക്കല്ലേ.
എന്റെ അമ്മയാണ് സത്യം. ഒരു ദുരുദ്ദേശവും ഇല്ലായിരുന്നു. പിന്നെ എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും എത്ര വീഴാൻ പോയാലും നമ്മൾ ആരുടെയും ദേഹത്ത് കയറി പിടിക്കില്ല. ഞാൻ ദേ പല്ലിയെ കണ്ടിട്ട് താൻ പേടിക്കണ്ടെന്ന് കരുതി തട്ടിക്കളെ നോക്കിയതാ. ആ, ഒരു പല്ലിയില്ല. വെറുതെ പറയരുത്. ദേ തന്റെ തൊട്ടു പിന്നാലെ ഉണ്ട്, നോക്കിയാ മതി. അയ്യോ, ഹലോ. സോറി, ഞാൻ അറിയാതെ. അറിയാതെയോ? താനിത് മനഃപൂർവ്വം ചെയ്തല്ലേ എന്റെ ദേഹത്തോടാൻ? ദേ വെറുതെ ഓരോന്ന് പറയല്ലേ, ഞാൻ പേടിച്ചിട്ടാ. അങ്ങനെ പേടിച്ചാലൊന്നും ആരും ആരുടെ ദേഹത്തൊന്നും കയറി പിടിക്കില്ല. ആ, ദേ, പ്രസാദേട്ടാ. ഭവാനെ, എന്ത് കിടപ്പാണിതെന്ന് നോക്ക്. ആകുന്നത് ഞാൻ പറഞ്ഞതാ, പൂജ തീരുന്നതിന് മുമ്പ് കളത്തിൽ നിന്ന് ഇറങ്ങല്ലേ ഇറങ്ങല്ലേ എന്ന്. കേൾക്കാതെ ഓടിയത് ഈ ഗതി വരുത്താനാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ വിധിയെ കൈകൂപ്പി പോണത്. എന്റെ കോട്ടയ്ക്കൽ ഭഗവതി, ചങ്കു പൊടിയുന്ന കാഴ്ചയാണല്ലോ ഈ കാണുന്നത്. ഇതിനാണോ മണിച്ച നീ എന്റെ മോനെ കൊണ്ടുപോയത്? ഈ അവസ്ഥയിൽ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കിടത്താൻ? അതെന്ത് വർത്തമാന ഭവാനിയമ്മ നിങ്ങളീ പറയണത്? ഞാൻ എൻ്റെ സർവ്വജീവനോടുത്ത് കൈപിടിച്ച് പറഞ്ഞതല്ലേ പോവല്ലേ പോവല്ലേ എന്ന്. എന്നിട്ടും സാറ് ചാടി ഇറങ്ങി പുറപ്പെട്ടതിന് ഞാൻ എന്ത് വിളിച്ച്? അങ്ങനെയൊന്നും പറഞ്ഞു ഒഴിയണ്ട. നീയാ സകല തോന്നിവാസത്തിനും ഇവന് വളം വെച്ച് കൊടുക്കുന്നത്, എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ പെറ്റമ്മ പറയുന്നത് കേൾക്കാതെ നടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ എന്നെങ്കിലും ഗതി പിടിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനിയുള്ള കാലം ഗതി പിടിക്കുവോ? അതും ഇല്ല. ഇക്കാര്യങ്ങളാ നീ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാത്തത്. മോനെ, മോനെ നീ കണ്ണു തുറന്നോ? ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ഞാൻ ചത്തു എന്ന് വിചാരിച്ചോ നിങ്ങള്? എന്നാലേ അങ്ങനെ പെട്ടെന്നൊന്ന് എന്റെ തല തട്ടി പോവെന്ന് കരുതണ്ട നിങ്ങള്. എന്റെ ആയുസ് പല്ലാണ്ട് കാലവാ. ആഹാ, അത് കൊള്ളാം. ഇപ്പൊ ഞാനായോ തെറ്റുകാരി? വണ്ടി ഇടിച്ച് ആശുപത്രിയിലാണെന്നറിഞ്ഞ് നെഞ്ചും പെടഞ്ഞ് ഓടി വന്നതാ ഞാൻ. ആ നശിച്ച ഷോക്കേറ്റ് വയ്യാത്ത അവസ്ഥയിലാ ഞാൻ ഇവിടെ വന്നതെന്ന് പോലും നീ മറന്നു. അതിനെന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നത്? ആരെങ്കിലും ക്ഷണിച്ചോ? അല്ല, നീയാണോ മണിച്ച ഇവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഞാനോ? ഞാനാണോ ഭവാനിയമ്മേ? ഞാനല്ലല്ലോ. നീ എന്തിനാ മണിച്ച ഇങ്ങനെ കൈയും കാലും ഒടിഞ്ഞു കിടക്കുന്നവനെ പേടിക്കുന്നത്? ഇനിയെങ്കിലും ഒന്നും. ഓഹോ, അപ്പൊ അതാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പല്ലേ? നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മേഘ, സാർ നീ എന്തായി കാണിക്കുന്നത്? സാറാ? ഞാൻ തളർന്നൊടിഞ്ഞ് ചാകാൻ കിടക്കാണെന്ന് ഓർത്ത് ഓടി വന്നതാണല്ലേ എന്നെ ഭരിക്കാൻ. മേഘനാഥനെ ഒരു പാഠം പഠിപ്പിച്ചു എന്ന് അഹങ്കരിക്കാൻ. എന്നാ നിങ്ങൾ കേട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴും സ്ട്രോങ്ങാ. എന്ത് ഭ്രാന്താ സാറേ കാണിക്കുന്നത്? അവിടെ അണങ്ങി കിടക്ക് സാറേ, ഒന്ന് കിടന്ന്. ഇല്ല,
എന്നെ തോൽപ്പിക്കാനും കിടപ്പിലാക്കാനൊന്നും ആരും ശ്രമിക്കണ്ട. തോൽക്കില്ല ഞാൻ, തോറ്റു തരില്ല. എനിക്കിവിടെ നിന്ന് പോണം. സാറേ, തൽക്കാലം ഞാൻ പറയണമെന്ന് കേക്ക് സാറേ. സാറ് കിടക്കണം ഇവിടെ. അയ്യോ. എടാ, മോനെ നീ എന്താ ഭ്രാന്തായി കാണിക്കുന്നത്? മേഘ, എന്താ ഇവിടെ? മിസ്റ്റർ മേഘനാഥൻ, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? അറിയാൻ എനിക്ക് വീട്ടിൽ പോണം ഡോക്ടർ. എന്നെ ഇവിടെ തളച്ചിടാൻ ആരും വിചാരിക്കണ്ട. നടക്കില്ലത്. അതെ, നടക്കില്ല. സാധാരണ മനുഷ്യരെ പോലെ ഉടൻ നടക്കാനോ ഓടാനോ കഴിയില്ല നിങ്ങൾക്ക്.